ഒരു വാക്യം എടുക്കാം. റോമലേഖനം 7:22 മനുഷ്യന്റെ പാപാവസ്ഥയെ പറ്റി പറയുന്നുണ്ട് പൗലോസ്. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഈ ഉള്ളം കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൗലോസ് പഴയ നിയമത്തിൽ ന്യായപ്രമാണം ഉദ്ദേശിക്കുന്നെങ്കിലും ദൈവത്തിന്റെ നീതി നമുക്കൊരു രസം തരുന്നത് എപ്പോഴും നമുക്ക് ബുദ്ധിയിൽ ഭയങ്കര ഒരു സന്തോഷം നൽകും, ഒരു എക്സൈറ്റ്മെന്റ് നൽകും. ഇപ്പൊ കർത്താവിന്റെ നീതി ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് ഒരു അതിശയോക്തി നൽകും. ഒരു വിശ്വാസിക്കും അതുപോലെ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകും, ഒരു രസം ഉണ്ടാവും. എന്തൊരു വലിയ നീതി, എത്ര വലിയ നീതി എന്ന് നമുക്ക് തോന്നും. നമ്മൾ എല്ലാ ദിവസവും കർത്താവിന്റെ നീതിയെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായി വാചാലരാകുന്നു, നമ്മുടെ കണ്ണുകൾ നിറയുന്നു, നമ്മുടെ ഹൃദയം തുളുമ്പുന്നു. കർത്താവ് എത്ര നീതിമാനാണെന്നോ ആ നീതി എത്ര വലുതാണെന്നും നമ്മൾ അന്വേഷിക്കുന്നതിന്റെ തേജസ്. അപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് ഇതൊക്കെ രസിക്കാൻ കഴിയുന്നുണ്ട്, നമ്മുടെ ബുദ്ധിയിൽ രസിക്കാൻ കഴിയുന്നുണ്ട്. ഈ ദൈവത്തിന്റെ നീതി നമ്മൾ ബുദ്ധിയിൽ രസിക്കുന്നുണ്ട്, പക്ഷെ നീതി ജീവിതത്തിൽ അഭ്യസിക്കുന്നില്ല. വിശ്വാസത്താൽ നമ്മൾ രസിക്കുന്നവരായി മാത്രം മാറിയിരിക്കുകയാണ്. ആ മാനസിക സുഖം ഉണ്ടല്ലോ, ആത്മീകമായ കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവനായി വെളിപ്പെടുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു സുഖമാണ് മാനസിക സുഖം. ഇത് ജീവനായി വെളിപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് ആത്മീക സമൃദ്ധി മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ആ ജീവന്റെ എഫക്റ്റ് വരുന്നത് അത് ജീവനായി വെളിപ്പെടുമ്പോഴാണ്. അതിനു മുമ്പ് വരെയും അതൊരു മാനസിക തലങ്ങളിലാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതും. ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്, പക്ഷേ അത് ബുദ്ധിയിൽ രസിക്കുന്നുണ്ട്. ബുദ്ധിയിൽ മാത്രം രസിക്കുന്ന ഒരു തലമുണ്ട്. നമ്മൾ ആത്മീയമായ ലൈഫിലേക്ക് കടക്കത്തില്ല, ബുദ്ധിയിൽ മാത്രം രസിക്കും. പക്ഷെ ആ പരീക്ഷണ സമയത്ത് നമ്മൾ പിന്മാറി പോകുന്നത് കാണാൻ കഴിയും. ആ ഒരു സ്പോട്ടിൽ വെച്ച് നമ്മൾ മനസ്സ് പിന്മാറി, നമ്മൾ കാരണം ആ എക്സൈറ്റ്മെന്റ് എന്തോ അത് മനസ്സിന്റെ ആണെന്ന് അപ്പം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആത്മാവ് നൽകുന്ന എക്സൈറ്റ്മെന്റ് ആണെങ്കിൽ അത് അവിടവും പൊളിച്ച് മുന്നോട്ട് പോകത്തേ ഉള്ളൂ, ആ സാഹചര്യം തകർത്ത് മുന്നോട്ട് പോകത്തേ ഉള്ളൂ, അത് അവിടെ നിൽക്കത്തില്ല. അത് മനസ്സിന്റെ ആണെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സ് തരുന്ന രസം എവിടം വരെ കാണത്തുള്ളൂ. പൗലോസ് ഇവിടെ അനുഭവിക്കുന്ന ആ പരീക്ഷണത്തോട്, ആ തീരുമാനത്തിന്റെ മുന്നിൽ അങ്ങ് പതറിപ്പോകും, ലൈഫിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് 8-ാം അധ്യായത്തിലേക്ക് ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ പൗലോസ് പറയുന്നത് ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കുമെന്ന്. അത് ആത്മാവിനാൽ സംഭവിച്ചെങ്കിൽ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ 7-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല വചനങ്ങൾ കേൾക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഇത് ഉപദേശങ്ങൾ കേൾക്കുന്നതും എല്ലാം ഈ ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് ഭയങ്കര രസം ഉണ്ടാക്കുന്നുണ്ട്, ഭയങ്കര ഒരു സുഖം നമുക്ക് തരുന്നുണ്ട്. ഒരു ഇന്റലക്ച്വൽ സൈഡിൽ ഒരു വലിയ സുഖം നമുക്ക് നൽകുന്നുണ്ട്. വലിയ തിയോളജി ഒക്കെ പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ആനന്ദം നമുക്ക് വരുന്നുണ്ട്. ഇതൊന്നും നമ്മളെ ക്രിസ്തുവിന്റെ ലൈഫിലേക്ക് കൊണ്ടുപോകുന്നില്ല. കർത്താവ് പൗലോസ് അതന്നെ പറഞ്ഞേ, യവനന്മാര് ജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദൻ അടയാളം അന്വേഷിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ അടുത്തേക്ക്, ആ മരണം അനുഭവിക്കാൻ നിങ്ങൾ ഇതൊന്നും കൊണ്ടുവരത്തില്ല. നമുക്ക് ആത്മാവ് നൽകുന്ന ഒരു ഉൾക്കാഴ്ച മാത്രമാണ്, ആത്മാവ് നൽകുന്ന ആ ലൈഫ് മാത്രമാണ് നമ്മളെ ഇതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നീതിയിൽ രസിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് പലപ്പോഴും എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഈ സൺഡേ ആരാധനയിലും ഇതുപോലെ മെസ്സേജ് കേൾക്കുമ്പോഴെല്ലാം ഈ തിയോളജിയും ജ്ഞാനവും ഈ നീതിയുടെ വചനമൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിയിലുള്ള രസം മാത്രമേ ഉള്ളൂ, ലൈഫിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ദൈവം നമുക്ക് വെച്ചിട്ടുള്ള ഈ വിശ്വാസത്താൽ നമ്മൾക്ക് മുമ്പിൽ ദൈവം വെളിപ്പെടുത്തുവാനിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും ക്രിസ്തുവിന്റെ നീതി വെളിപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങളാണ്. നിങ്ങൾ ബോധവാന്മാരായി കഴിഞ്ഞാൽ ഈ നിമിഷം തന്നെ, ഈ സെക്കൻഡുകൾ തന്നെ നിങ്ങളുടെ മുന്നിലൂടെ, നമ്മുടെ എല്ലാവരുടെയും മുന്നിലൂടെ അനേക തോട്ടുകൾ പോകുന്നുണ്ട്. ക്രിസ്തുവിന്റെ ദൈവരാജ്യം സംബന്ധിച്ചുള്ള നീതി നമ്മുടെ മുന്നിൽ ഇരിപ്പുണ്ട്. അത് നമുക്ക് വിശ്വാസത്താൽ ആക്സസ് ചെയ്യാൻ മരണം അനുഭവിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തോട്ടുകൾ നമ്മുടെ തലയിൽ കൂടെ പൊക്കോണ്ടിരിപ്പുണ്ട്. എന്നെ പറ്റിയും പൊക്കോണ്ടിരിപ്പുണ്ട്, നിങ്ങളെ പറ്റിയും പൊക്കോണ്ടിരിപ്പുണ്ട്, അടുത്തിരിക്കുന്നവരെ പറ്റിയും പൊക്കോണ്ടിരിപ്പുണ്ട്. പക്ഷെ നമ്മൾ സുബോധമുള്ളവരല്ല ആ കാര്യം സംബന്ധിച്ച്. എന്നാലോചിക്കും, നമ്മൾ എപ്പോഴും സുബോധമുള്ളവരല്ല. നമ്മൾ മെസ്സേജ് കേൾക്കാനായിരിക്കുന്നേ, നീതിയെ സംബന്ധിച്ച് ഓട്ടോ ഓടാനല്ല ഇരിക്കുന്നേ, അല്ലേ? മെസ്സേജ് കേൾക്കാനല്ല ഇരിക്കുന്നേ, മെസ്സേജ് കേൾക്കാനല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നേ. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നീതിയെ സംബന്ധിച്ചുള്ള ഓട്ടത്തിലാണ് ഇരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ ഇതൊക്കെ കേട്ടിട്ട്, കർത്താവിന്റെ ഇതൊക്കെ എൻജോയ് ചെയ്തിട്ട്, വെസ്റ്റേൺ കൾച്ചറിലൊക്കെ ചെന്ന് അവർ വിസിലൊക്കെ അടിക്കും, കയ്യൊക്കെ അടിക്കും, ഓ വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞ് അവര് ആ പുതിയ റെവലേഷൻ കേട്ടിട്ട് അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും, വിസിലൊക്കെ അടിക്കും. കണ്ടാൽ മതി ഇതിലെ ചില മെസ്സേജുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവർക്കത് ആ രസം കൊണ്ടുവരുന്നു, അവരത് ഇട്ടിട്ട് പോകുന്നു, അവിടെ പോകുന്നു, കഴിഞ്ഞു. അല്ലാതെ വേറെ ലൈഫിലേക്കോ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്, അപ്പൊ ഈ പറയുന്നതെല്ലാം വിശ്വാസത്താൽ മുന്നോട്ട് പോകേണ്ട എന്താണ് വിശ്വാസം, വിശ്വാസത്താൽ വ്യാപരിക്കുന്ന ശക്തി എത്ര വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ളതാ, നീതിയിൽ അഭ്യസിക്കാൻ വേണ്ടിയുള്ളതാ.
ക്രിസ്തുവിന്റെ നീതി നമുക്ക് എടുത്താൽ പൊങ്ങാത്തൊരു കാര്യമായി മുമ്പിൽ ഇരിക്കുന്നു. പക്ഷെ അത് എടുക്കാൻ കഴിയുന്ന ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട് ദൈവം, നമുക്ക് ടൂളായി തന്നിട്ടുണ്ട്. ഈ ഫെയ്ത്തിനാൽ നമുക്കൊരു ആക്സസ് അങ്ങോട്ടുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ത്രൂ ഫെയ്ത്തിനാൽ നമുക്ക് കൃപയാൽ നമുക്ക് ഈ നീതി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇത് പക്ഷെ നമുക്ക് ഇതിനു വേണ്ടിയുള്ള ആർത്തി, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ വെളിപ്പെടുന്നില്ല. ഓരോ സാഹചര്യത്തിലും ആ നീതിയെ സംബന്ധിച്ച് ഉത്സാഹം, ആഗ്രഹം, അത് അഭ്യസിക്കാൻ, തഴക്കത്തിൽ അഭ്യസിക്കാൻ, നന്മ തിന്മകളെ കുറിച്ച് തഴക്കത്തിൽ അഭ്യസിക്കാൻ ഓരോ ദിവസവും നമുക്കൊരു അഭ്യാസമുണ്ട്. നമ്മുടെ മനസ്സിന്റെ ലെവലിൽ ഓരോ സെക്കൻഡുകളിലും അഭ്യാസമുണ്ട്. ക്രിസ്തുവിന്റെ നീതിയെ സംബന്ധിച്ച്, നീതിയുടെ വചനം സംബന്ധിച്ച് ഞാൻ എന്നോടാണ് എതിരെ, എനിക്കെതിരെയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ കൃപയാൽ, കർത്താവിന്റെ കൃപയാൽ ഞാൻ എനിക്കെതിരെ, വിശ്വാസത്താൽ എനിക്കെതിരെ, എന്റെ ഡിസിഷൻസിനെതിരെ, എന്റെ ചിന്തകൾക്കെതിരെ, എന്റെ വിവേചനങ്ങൾക്കെതിരെ, എന്റെ മനസ്സിലാക്കലുകൾക്കെതിരെ, എന്റെ ആഗ്രഹങ്ങൾക്കെതിരെ, എന്റെ തോട്ട് പ്രോസസ്സുകൾക്കെതിരെ, എന്റെ ഇന്റൻഷൻ, ഭാവങ്ങൾക്കെതിരെ എല്ലാം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡുകളിലും. അപ്പോൾ ഈ യുദ്ധം ഓരോ ദിവസവും എന്റെ ഉള്ളിൽ നടക്കുമ്പോഴാണ് ഞാൻ എക്യുപ്പേർഡ് ആകുന്നത്. ഇത് വിശ്വാസത്താൽ ഞാൻ ആക്റ്റീവ് ആകണം. ഞാനിതിനകത്തൊരു പാർട്ടിസിപ്പേറ്റ് ആണ്. ഞാൻ അല്ലാതെ ദൈവം നമ്മളിലെല്ലാം ചെയ്യും, നമ്മളൊന്നും ചെയ്യണ്ട, അങ്ങനല്ല. ദൈവം ചെയ്യുന്നത് നമ്മൾ ബോധവാന്മാരാകുന്നുണ്ട്. നമ്മൾ ആ ബോധത്തോട് തന്നെയാണ് മുന്നോട്ട്, നമ്മൾ ആക്റ്റീവ്ലി അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ആകുന്നുണ്ട്. ആക്റ്റീവ് ഒബീഡിയൻസ് ഉണ്ട് നമുക്ക്. ഒരു പാസീവായിട്ടുള്ള ഒരു ഒബീഡിയൻസ് അല്ല നമുക്ക് ഇവിടെ ഈ ഒരു ഇപ്പോഴിരിക്കുന്ന ഈ ഒരു ഓട്ടത്തിൽ വെച്ചിരിക്കുന്നത്. ആക്റ്റീവായിട്ടുള്ള ഒബീഡിയൻസ് ആണ്. നമ്മൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈഫില് ഈ ഓട്ടം സംബന്ധിച്ച് മനസ്സൊരുക്കമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ മനസ്സ് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ഈ പരീക്ഷയോട് അടുക്കുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പരീക്ഷയോട് അടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു സാഹചര്യത്തിൽ, ആ സ്നേഹം വെളിപ്പെടുത്തേണ്ട സാഹചര്യത്തിൽ നമ്മൾ പറയും, നമ്മൾ തോറ്റു പോകും. കർത്താവെ, ശരിയാണ്, തോറ്റു പോകണം, എനിക്കത് വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ജഡം ബലഹീനമാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ അവിടുന്ന് സ്കിപ്പ് ചെയ്യും. അവിടം വരെ നമ്മൾ പോകത്തുള്ളൂ. എന്നാൽ ഈ സ്നേഹമെന്ന എടുക്കാൻ പറ്റാത്ത നീതി എനിക്ക് എടുക്കാം വിശ്വാസത്താൽ എന്നുള്ള ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. നമ്മൾ പോകത്തില്ല. കാരണം എന്താ? നമ്മൾ അവിടെ വെച്ച് സ്കിപ്പ് ആവും. അതാ നമ്മുടെ ജഡത്തിന് നല്ലത്, നമ്മുടെ ശരീരത്തിന്, തടിക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കി. ശരീരത്തിന് നല്ല അതാ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ക്രൂശിക്കപ്പെടുവാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ആ ക്രൂശ് നമ്മുടെ ജഡത്തിന് താങ്ങത്തില്ല. വേദന, മരണം നമ്മളെ എപ്പോഴും അത് ഭയപ്പെടുത്തും. അപ്പോൾ പരീക്ഷയോട് അടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ മാത്രം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതില് ഒരു കാര്യം, പരീക്ഷയോട് അടുക്കുമ്പോൾ നമ്മുടെ മനസ്സ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് എപ്പോഴും ഒരുക്കമുള്ളതായിരിക്കണം എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ നീതി വേണം, ആ നീതിയിലേക്കുള്ള ഒരു ഉത്സാഹമുള്ള ഒരു മനസ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. നല്ല ഉത്സാഹമില്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സ്കിപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ശക്തിയും, ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളും, ദൈവത്തിന്റെ അമിതബലം, ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി, ആത്മാവിന്റെ വാഗ്ദത്തം, ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഇതൊന്നും എനിക്ക് വേണ്ട എന്നുള്ളതാണ് ഞാൻ അറിയാതെ അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ വേണ്ട ഒരു എക്സ്ക്യൂസ് പറയും, നമുക്ക് ദൈവം കൃപ നൽകണ്ടായോ ഇതൊക്കെ കിട്ടാൻ? നമുക്ക് കൃപ നൽകണ്ടായോ? കൃപ നൽകണം. കൃപ എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്? വിശ്വാസത്താൽ അല്ലേ? വിശ്വാസത്താൽ നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മൾ കാണാൻ കഴിയുന്നത്. വിശ്വാസം, നമ്മളിൽ ദൈവം നൽകിക്കിട്ടിരിക്കുന്ന വിശ്വാസമുണ്ട്. ദൈവം നമുക്ക് നൽകിയ വിശ്വാസമുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ജെന്യുവിനായി നമ്മൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ആ വിശ്വാസമുണ്ട്. കാരണം ആ വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസം നമ്മളിൽ ഇല്ല എന്നുള്ളതാണ് ആ സമയത്ത് നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൃപയെ വ്രതമാകുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഈ ഓട്ടം സംബന്ധിച്ച് ബോധവാന്മാരല്ല, താല്പര്യമില്ല, മനസ്സ് മടിക്കുന്നു, മടിപ്പിലേക്ക് പോകുന്നു, താല്പര്യമില്ല, പിന്നെ ഒരിക്കൽ ആകട്ടെ, അല്ലെങ്കിൽ പിന്നെ ദൈവം അങ്ങനെ ഒരു സാഹചര്യം തരട്ടെ. ദൈവം നമുക്ക് ഒരിക്കലും പൊക്കാൻ പറ്റാത്ത നീതിയാണ്. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. ദൈവം ഇന്നേ വരെ നമ്മളെ ആരെയും വിശ്വാസത്താൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശൂന്യതയിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് എടുത്തു വെച്ച് ചെയ്ത കാര്യങ്ങൾ കൊണ്ട് നമുക്കുണ്ടായ നഷ്ടങ്ങളിൽ നമുക്ക് ഒരിക്കലും ദൈവം ദുഃഖം വരുത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
എന്റെ ലൈഫിൽ ഞാൻ ദൈവത്തിലുള്ള വിശ്വാസത്താൽ എടുത്ത് സ്റ്റെപ്പ് വെച്ചതിൽ ഉണ്ടായ ലൗകിക നഷ്ടങ്ങളിൽ ഒന്നും എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഭയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനോട് താല്പര്യമില്ല, നമുക്ക് മനസ്സില്ല എന്നുള്ളതാണ്. നമ്മൾ അറിയുന്നില്ല. നമുക്ക് നമ്മുടെ ജഡത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ന്യായപ്രമാണത്തിന്, ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടുവാൻ താല്പര്യപ്പെടുന്നില്ല, അതിനെ ആഗ്രഹിക്കുന്നതുമില്ല. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നമ്മുടെ ജഡത്തിന്റെ ബലഹീനതയും നമുക്ക് കിട്ടിയ ക്രിസ്തുവിന്റെ രക്ഷയുടെ നീതിയുടെ ബോധ്യവും, അല്ലെങ്കിൽ നമുക്ക് വരുവാനിരിക്കുന്ന ദൈവിക തേജസ്സിന്റെയും വരാനിരിക്കുന്ന രാജ്യത്തിന്റെയും ബുദ്ധിയിലുള്ള നമ്മുടെ ബോധ്യം നമ്മളെ ഒരു മനസ്സൊരുക്കത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സദൃശവാക്യങ്ങൾ അതിന്റെ 12-ാം അധ്യായം. നമ്മളൊക്കെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഇടയിൽ പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് തടസ്സമായ 100 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ് ദൈവം കൃപ നൽകിയ സാഹചര്യങ്ങളെയൊക്കെ മാറ്റട്ടെ, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കട്ടെ, എന്നിട്ട് ദൈവം ഇതെല്ലാം അങ്ങ് മാറ്റി ശരിയായിട്ടൊരു ആക്കിയിട്ട് എന്നെ ഇറക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. വല്ലതും നടക്കുവോ? ഞാൻ വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴല്ലേ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വരുന്നത് എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത് ചെറിയ കാര്യത്തിൽ തൊട്ട് വലിയ ക്രിസ്തുവിന്റെ നീതിയിൽ ഇത് തന്നെയാണ് കാര്യം. പക്ഷെ പിശാച് നമ്മളെ ചില തിയോളജിയൊക്കെ പഠിപ്പിച്ചു തന്ന് നമ്മളെ വെറുതെ ഇരുത്തുന്ന തലത്തിലേക്ക്, നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന തലത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അപ്പോൾ നിങ്ങളെ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്ന തിയോളജി ശ്രദ്ധിക്കണം. പണ്ട് എന്നോട് ഒരാൾ പറഞ്ഞതാണ്, തിയോളജിയൊക്കെ അറിയുന്നതിന് മുമ്പ് ഈ കർത്താവിന്റെ ഓട്ടത്തെ സംബന്ധിച്ചൊരു ഉത്സാഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാം ദൈവം ചെയ്തോളൂല്ലോ, ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഞാൻ എന്തിനാ ദൈവത്തിന് വേണ്ടി നോക്കുന്നത്, അതൊക്കെ ദൈവം സമയത്തിന് ചെയ്തോളും. ഞാൻ പറയട്ടെ, ദൈവം ചെയ്തോളും എന്നുള്ള ഒരു ബോധ്യാവസ്ഥ ഒരിക്കലും ഒരാളെ ഇങ്ങനെ ഇരുത്തത്തില്ല. ദൈവം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യാവസ്ഥ ഒരാളെ ഉത്സാഹത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു ആത്മീയനെ കൂടുതൽ ഉത്സാഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, അല്ല വെറുതെ ഇരുത്തത്തില്ല. കൃപ നമ്മളെ ആരെയും വെറുതെ ഇരുത്തത്തില്ല. അവന്റെ അമിത ബലം നമ്മളെ ഉത്സാഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബലഹീനതകൾക്ക് അപ്പുറം പ്രത്യാശയിൽ മുന്നോട്ട് ഓടുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിന്നാൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് ദാവീദ് പറഞ്ഞ പോലെ ഈ കർത്താവെ നിന്നിൽ നീ എന്നെ നടത്തിയിട്ടുണ്ട്, നീ എന്നെ നേരത്തെ, നീ എനിക്ക് മുമ്പേ, എന്റെ ആടുകൾക്ക് മുമ്പേ ചാടി വന്ന ഒരു സിംഹത്തെ ഞാൻ വലിച്ചു കീറി, അത് നിന്റെ ശക്തിയാലാണ്. ഇപ്പോൾ ഈ ഗൗലിയാത്തിന്റെ തല തകർക്കാനും നീ അവനെ എന്നെ ഏൽപ്പിച്ചു തരുവാനും നീ എനിക്ക് ശക്തി നൽകൂ എന്ന് പറഞ്ഞ് വിശ്വാസത്താൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ശക്തി അങ്ങനെയാണ്, ആ പ്രവൃത്തിയാണ് കൊണ്ടുവരുന്നത്. ശക്തി ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസവും പ്രത്യാശയും നമ്മളെ കൂടുതൽ ഉത്സാഹമുള്ളവരായി മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മളെ നിരാശയെടുത്തി, നമ്മളെ മടിയന്മാരാക്കി, നമ്മളെ ചുമ്മാതിരുത്തുകയല്ല ചെയ്യുന്നത്. അത് പിശാചിന്റെ പണിയാണ്. പിശാച് വലിയ തന്ത്രശാലിയാണ്. പിശാച് ഇതുപോലെ തന്നെ ചെയ്തത് ആദാമിനും ഹവ്വയോടും. ദൈവം പറഞ്ഞിട്ടില്ല ഇതൊക്കെ ചെയ്തു തരാന്ന്. അപ്പൊ നീ എന്തിനാ ചെയ്യുന്നേ? ആദത്തിനും ഹവ്വയോടുത്ത് എന്താ പറഞ്ഞേ? നന്മതിന്മരുടെ വൃക്ഷഫലം കഴിച്ചാൽ നീ ദൈവത്തിനെ പോലെ. ദൈവം അങ്ങനല്ലേ പറഞ്ഞത്? എന്നാൽ അവൻ പറഞ്ഞ നന്മതിന്മകളുടെ വൃക്ഷഫലത്തിൽ നിന്ന് നീ കഴിക്കുന്ന ദിവസം നീ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞത് സത്യമാണ്. ദൈവത്തെ പോലെ ആ ഡിസിഷൻ എടുക്കുന്ന തലത്തിലേക്ക് അവർ മാറി. ഒരു ദൈവവചനത്തിന്റെ സത്യങ്ങൾ എടുത്തു വെച്ച് കാണിച്ച് നമ്മളെ പുറകോട്ട് വലിപ്പിക്കും പിശാച്. നമ്മളെ നിരുത്സാഹപ്പെടുത്തും, നമ്മളെ വെറുതെ. നമ്മുടെ ജഡത്തിനും അതാ സുഖം, നമ്മുടെ ജഡത്തിനും അതല്ലയോ കംഫർട്ട്. നമുക്ക് ഒരു ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നതാണ് കംഫർട്ട്. ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൈവത്തിനെ പ്രീതിപ്പെടുത്തണം, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കണം. ആ ക്രിസ്തുവിന്റെ ലൈഫ് എന്താണെന്ന്, യഥാർത്ഥമായ ലൈഫ് വിശ്വാസത്താൽ പ്രത്യാശയാലും നിയന്ത്രിക്കപ്പെടുവാൻ നമ്മുടെ ജഡത്തിന് വലിയ പാടാണ്. കാരണം ദൈവം പറഞ്ഞിരിക്കുന്ന വിശ്വാസത്താൽ നിയന്ത്രിക്കപ്പെടണമെങ്കിൽ അത് ഭയങ്കര പാടാണ്. കാരണം വിശ്വാസം നമ്മുടെ പ്രവൃത്തിയാലൊന്നും അല്ല എന്ന് ഓരോ ദിവസവും വെളിപ്പെട്ട് എന്റെ ശൂന്യതയിൽ നിന്നാണ്. അപ്പൊ എന്റെ ജഡം എന്തെങ്കിലും പ്രവർത്തിച്ച് കൊടുക്കാന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ഒന്നും ഇല്ല എന്നും പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ അതെന്നെ മടിപ്പിക്കും. ആ വിശ്വാസം എന്റെ ജഡത്തില് ദൈവത്തിന് കൊടുക്കുന്ന തലത്തിലേക്കുള്ള ആ ഒരു ലൈഫിലേക്ക് എനിക്ക് നല്ലതല്ല. ഇപ്പൊ രണ്ട് എക്സ്ട്രീമിലേക്ക് പോക്കിയാലും ഇത് എന്താ പറയുന്നത്, അത്ര സുഖമുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് ചില ആൾക്കാർ അവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അവർ ദൈവത്തിന്റെ നീതി ആക്സസ് ചെയ്യാൻ ശ്രമിക്കും. അത് എടുത്താൽ പൊങ്ങാത്തൊരു നീതിയാണെന്ന് അറിയുമ്പോൾ അവർ മനസ്സ് മടിക്കും. ചിലവർ ദൈവകൃപ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവകൃപയാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കും. നമ്മൾ ദൈവത്തിന്റെ ബലത്താൽ, വിശ്വാസത്താൽ, ദൈവം വെച്ചിരിക്കുന്ന വിശ്വാസത്താലും പ്രത്യാശയാലും സ്നേഹത്തിന്റെ കൃപാവരങ്ങളാലും
ദൈവത്തിന്റെ അമിത ശക്തിയാലും ബലത്താലും എല്ലാം നമ്മൾ ഈ ദൈവത്തിന്റെ സർവായുധ വർഗങ്ങളാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ കൃപാവരങ്ങളാലും തന്നിരിക്കുന്ന പ്രത്യാശയാലും വിശ്വാസത്താലും ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് നമ്മളെ എപ്പോഴും ആക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് നമ്മൾ ഡൗൺ ആകുന്നില്ല. എല്ലാ ദിവസവും ദൈവവും പ്രവർത്തിക്കുന്നുണ്ട്, നമ്മളും പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അല്ലാതെ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതല്ല. ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ദൈവം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഞാനും പ്രവർത്തിക്കുന്നത്. ദൈവം എപ്പോഴെങ്കിലും പ്രവർത്തി നിർത്തുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും നിർത്തുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിന് ഉത്സാഹമുള്ളവരായിരിക്കുക എന്നുള്ളത്, നമ്മുടെ മനസ്സുരുക്കമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. പ്രോവബ്സ് സദൃശവാക്യങ്ങൾ അതിന്റെ 12-ാം അധ്യായം 27-ാമത്തെ വാക്യം. മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹവും മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. ഈ മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല. ഈ മടിയന്റെ ഒരു രീതി, ഒന്നിനോട് ഒരു ഉത്സാഹമില്ല. ആ മനസ്സാണ് കർത്താവിന്റെ നീതി സംബന്ധിച്ച് ഓടാനുള്ള ഒരു താല്പര്യമൊന്നുമില്ല. അതിനുവേണ്ടി ഒരു എക്സ്ക്യൂസ് പറയാണ്, ദൈവം എല്ലാം ചെയ്യും. അപ്പൊ നമുക്ക് കുറെ നാൾ കഴിയുമ്പോൾ ഈ ലേസിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ദൈവം എല്ലാം ചെയ്തോളൂ, ദൈവം എല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇതിൽ നിന്നെല്ലാം അങ്ങ് ഡൈവേർട്ടായി. ദൈവം എല്ലാം നിയന്ത്രിച്ചോളും, ദൈവം എല്ലാം എന്നെ വളർത്തിക്കോളും. ശരിയാണ്, ദൈവം വളർത്തിക്കോളും. പക്ഷെ നിങ്ങൾ പിന്മാറി പോകുന്നില്ല. നിങ്ങളും ബോധവാന്മാരാണ്, നമ്മളും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റഡ് ആണ്. ഈ മടിയന്റെ പ്രത്യേകത എന്താണ്? ഈ മടി പിടിച്ച മനസ്സിനാണ് ഈ ഇതൊക്കെ വരുന്നത്. മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഒരു യുദ്ധവും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുന്നു, ഒന്നും കിട്ടത്തുമില്ല. നാളെ കർത്താവിന്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഒന്നുമില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, നീ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ ഈ പൊരുതുന്ന സംബന്ധിച്ച് മനസ്സ് ഒരുക്കമില്ലാത്തവരാണെങ്കിൽ, മടി പിടിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒന്നും കാണത്തില്ല. അവിടുന്ന് നാം രക്ഷിക്കപ്പെടും, തീയിലെന്ന പോണം. അപ്പോൾ അങ്ങനെ നമ്മളെ രക്ഷിക്കപ്പെടുമല്ലോ. സത്യം പറയാം, ദൈവത്തിന്റെ കൃപ നമ്മളെ ഒരിക്കലും ഒരു ലേസിനെസ്സിലേക്ക് കൊണ്ടുപോകത്തില്ല. അത് നമ്മുടെ ജഡത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ അതിനോട് എതിർക്കുക തന്നെ ചെയ്യണം. അത് നമ്മളെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. പതിയെ കാർന്ന് നിന്ന് നമ്മളെ, പഴയ നിയമത്തിൽ നമുക്ക് ഈ സദൃശവാക്യങ്ങളിനകത്ത് ശലോമോൻ പറയുന്ന ഈ മടി എന്ന് പറയുന്നത് അതിന് ഭയങ്കര വെറുപ്പോടാണ് കാണുന്നത്. ദൈവം അതിനെ ഭയങ്കര വെറുപ്പോടാണ് കാണുന്നത്. ദൈവത്തിന്റെ ശക്തിയെ പറ്റി ബോധമില്ലാത്തവർ എന്നാണ് അവരെ പറ്റി പറയുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പറ്റി ബോധമില്ലാത്തവർ, ഉത്സാഹമില്ലാത്തവർ എന്നുള്ളതാണ്. അപ്പോൾ ദൈവം മനസ്സ് നോക്കുന്നു എന്നുള്ളതാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് 36-ാമത്തെ വാക്യത്തില്, 36-ാമല്ല, യോഹന്നാന്റെ സുവിശേഷം 5-6-ാമത്തെ വാക്യത്തില് ഒരു ബെസൈദ എന്ന് പറയുന്നൊരു കുളക്കടവിൽ 38 വർഷമായി രോഗശൈലി ആയിരുന്ന ഒരു മനുഷ്യനെ കാണാൻ കഴിയും. ആ മനുഷ്യനോട് കർത്താവ് എന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകുവാൻ എന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താ? യവന് ഈ 38 വർഷമായില്ലേ, ഇനിയൊന്നും മാറ്റമൊന്നും വരുത്തില്ല എന്നുള്ളതാണ് അയാളുടെ ചിന്ത. ഇതുപോലെ തന്നെയാണ് ഇനിയിപ്പോ ഇത്രയും വർഷമായി, 40 വർഷമായി കർത്താവിനെ അറിഞ്ഞു വന്നിട്ട് ഇനിയൊന്നും വലിയ മാറ്റമൊന്നും, ഇനി കർത്താവിനെ പോലൊന്നും നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മൾ ഇനി നടക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ ഓട്ടത്തിന്റെ ദൈർഘ്യം മനസ്സ് മുരടിപ്പിക്കും. പ്രായമായി, ഇനി എത്രയും വേഗം അങ്ങ് കർത്താവിന്റെ അടുത്ത് അങ്ങ് ചെന്നാ മതി. എന്താ ഓടാൻ മടിയാണ്. കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നത്, കർത്താവിന്റെ അടുത്ത് പോകണമെന്നുള്ള കർത്താവിന്റെ അടുത്ത് ചെന്ന് അതൊന്നും അല്ല വലിയ ആഗ്രഹം. ഈ ഓടാൻ മടി കൊണ്ടാണ്. നമ്മളെ നല്ല രീതിയിൽ വിശുദ്ധീകരണം തയ്ച്ചിട്ടേ ദൈവം കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ആ മനസ്സ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ചോദിക്കുന്ന കാണാൻ കഴിയും, നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന കാണാൻ കഴിയും. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 7:50 പറയുന്നുണ്ട്, ഈ രക്തസ്രാവക്കാരിയെ കർത്താവ് സൗഖ്യമാക്കാൻ നേരം പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറയും. അവൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുത്ത് വെച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല അത്ഭുതങ്ങളും ഒരു അടയാളമാണ്. ആത്മീകമായതിന്റെ ഒരു ആത്മീകമായ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുന്നതാണ് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും. വിശ്വാസത്തോടെ പത്രോസ് ചൂടുകൾ എടുത്തു വെച്ചു, കടലിന്റെ മുകളിൽ കൂടെ നടന്നു. വിശ്വാസത്താൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് എഫേസ്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ലഭിക്കുന്ന, മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും ക്രിസ്തുവിനെ നീതി സംബന്ധിച്ച് വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ അവിടെ മനസ്സില്ലാത്തവരായി മടി പിടിച്ചിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. ദൈവം നമ്മളിലൂടെ ആക്റ്റീവ് അല്ലാത്തൊരു വിശുദ്ധീകരണം നമുക്ക് ദൈവം വെച്ചിട്ടില്ല. നമ്മൾ ആക്റ്റീവായിട്ട് തന്നെയാണ് വിശുദ്ധീകരണത്തിന്റെ അനുസരണത്തിന്റെ തലം നിറയ്ക്കുന്നത്, അല്ലെ, ആ ഒരു ഓട്ടം ഓടുന്നത്.
അപ്പോൾ മനസ്സ് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന നീതിക്കായിട്ടുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ നമ്മളെ പറ്റിയും സാഹചര്യങ്ങളെ പറ്റിയും ഒക്കെ ചിന്തിച്ച് പിന്മാറാതെ കർത്താവ് വെച്ചിരിക്കുന്ന വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മുമ്പ് നമ്മുടെ ഗണേഷ് ബ്രദർ പറഞ്ഞതുപോലെ പ്രത്യാശ എന്ന നങ്കൂരം നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തിൽ ഇട്ടേക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ നങ്കൂരം എങ്ങനെയാ? നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ അത് നമ്മളെ വലിച്ചുകൊണ്ട് മേളോട്ട് പോവോ? നമ്മൾ ഈ പ്രത്യാശ എന്ന നങ്കൂരം നമ്മൾ വ്യാപരിക്കപ്പെടുമ്പോഴാണ് ഈ നമ്മൾ മേളോട്ട് പോകുന്നത്. ആ നങ്കൂരം നമ്മളെ മേളോട്ട് വലിപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ നങ്കൂരം നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നു, നമ്മളെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഹുക്ക് എന്റെ ബോധത്തിൽ ഈ പ്രത്യാശയിലാണ് ഞാൻ നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളൊരു ബോധം വരുമ്പോൾ മാത്രമേ ഞാൻ ഉയരത്തിലേക്ക് പോകുന്നുള്ളൂ. അതൊന്നുമല്ല, എനിക്ക് പ്രത്യാശയൊന്നും അല്ല, ഈ പ്രത്യാശയൊന്നും അല്ല എന്നെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഞാൻ എങ്ങനെ എന്റെ ആ ഒരു ഉയരത്തിലേക്ക് ചിന്തിക്കുവാനും ആ ഉയരത്തിലേക്ക് എനിക്ക് സഞ്ചരിക്കുവാനും കഴിയത്തില്ല, ഉയരത്തിലേക്ക് വളരുവാനും കഴിയത്തില്ല. ക്രിസ്തുവിന്റെ ഓട്ടം സംബന്ധിച്ച് എനിക്ക് ഉയരുവാൻ കഴിയത്തില്ല, പൊങ്ങുവാൻ കഴിയത്തില്ല. കാരണം ആ അങ്കൂരം എപ്പോഴും ആക്റ്റീവായി ഇരിക്കുന്നില്ല. നമ്മൾ പ്രത്യാശയിൽ സുബോധമുള്ളവരായി നമ്മുടെ മനസ്സുകൊണ്ട് ഈ പ്രത്യാശ നമ്മൾ നിയന്ത്രിക്കപ്പെടുമ്പോഴാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. ഈ വിശ്വാസം നമ്മൾ എപ്പോഴും ആക്റ്റീവ് അല്ല എന്ന് വെച്ചാൽ വിശ്വാസം എപ്പോഴും ആക്റ്റീവാണ്, അത് വ്യാപരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിശുദ്ധീകരണം സംബന്ധിച്ച് നമ്മൾ സുബോധമുള്ളവരായി വിശ്വാസത്താൽ നമ്മൾ ആ വിശ്വാസത്താൽ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുമ്പോഴാണ്, ആക്റ്റീവ് ആകുമ്പോഴാണ് ആ വിശ്വാസം നമ്മൾ വ്യാപരിക്കുന്നതും വിശ്വാസത്താൽ വ്യാപരിക്കുന്ന ശക്തി നമ്മൾ പ്രാവർത്തികമാകുന്നു. സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എബ്രഹാമിന്റെ വിശ്വാസത്തെ പറ്റി നമ്മൾ പറയുന്നത്, എബ്രഹാം അവിടെ ദൈവത്തെ പറ്റിയുള്ള എന്ത് ബോധം അനുസരിച്ചാണ് എബ്രഹാം വിശ്വസിച്ച് മുന്നോട്ട് പോയത്? ദൈവം ഇല്ലാത്തടത്തുള്ള പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവനാണ് എന്നുള്ള ആ സുബോധം എബ്രഹാമിനെ മുന്നോട്ട് നയിച്ചു. എബ്രഹാമിനെ കുഞ്ഞിനെ യാഗമായി കഴിപ്പിക്കാൻ ഉള്ള ആ ദൈവത്തിലുള്ള വിശ്വാസം എബ്രഹാമിൽ ആ ഒരു പ്രവൃത്തിയെ കൊണ്ടുവന്നു. അപ്പോൾ വിശ്വാസം മനസ്സിന് ബോധ്യം നൽകി, ദേഹിക്ക് ബോധ്യം നൽകി, ദേഹിക്ക് സ്ട്രെങ്ത് നൽകി, ദേഹിയെ ഉണർത്തി, ദേഹിയെ ബലപ്പെടുത്തി, പ്രവൃത്തിയെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് ഈ വിശ്വാസത്താൽ വ്യാപരിക്കുകയും പ്രത്യാശയാൽ വ്യാപരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് ആ പ്രവൃത്തി വെളിപ്പെട്ട് വരും. അത് നമ്മളിൽ ആ ക്രിസ്തുവിന്റെ ലൈഫിലേക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഉത്സാഹമുള്ളവരായിരിക്കുക, ഈ ഒരു ഓട്ടം സംബന്ധിച്ച് നമ്മൾ എല്ലാവരും ഉത്സാഹമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വേറൊരു കാര്യം പറയാം, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദൈവകൃപ എന്ന് പറഞ്ഞാൽ വളരെ അത്യന്തം അധികമായ കാര്യമാണ്. നിങ്ങൾക്ക് വിശപ്പുണ്ട്, നിങ്ങളുടെ മുന്നിൽ ഒരു ബിരിയാണി കൊണ്ട് വെച്ചേക്കുകയാണ്, കഴിച്ചോളാൻ പറയാണ്. അപ്പോൾ നമ്മള് ഈ ബിരിയാണി വന്ന് ഉള്ളിലോട്ട് ഇറങ്ങാൻ ആണ് നമ്മൾ വെയിറ്റ് ചെയ്യും. അല്ല, നമ്മൾ എടുത്ത് കഴിക്കത്തില്ലേ? അത് എങ്ങനെയും ആ ബിരിയാണി എടുത്ത് കഴിക്കാൻ ഞാൻ ശ്രമിക്കും. ചിലപ്പോൾ ഫ്രണ്ടിൽ എന്തെങ്കിലും ചങ്ങലയോ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിക്കാൻ ശ്രമിക്കും. അത് എങ്ങനെ വേണേലും ഇത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കൃപ എന്ന് പറഞ്ഞാൽ അത്യന്തം അതിശക്തമായതാണ്. ഇതിനെ ഏത് നിമിഷവും ആക്സസ് ചെയ്യാൻ വേശ്വാസത്താൽ ഒരു പാലം നമുക്ക് മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട്. ഈ കൃപയിലേക്ക് നമുക്ക് ആക്സസ്, വിശ്വാസം എന്ന പാലത്തിലൂടെ വിശ്വാസത്താൽ നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം. വിശ്വാസത്താൽ ഞാൻ ഈ കൃപയെ പ്രത്യാശിച്ചുകൊണ്ട് എനിക്ക് സ്റ്റെപ്പുകൾ എടുത്തു വെക്കാം. കർത്താവെ, നിന്റെ കൃപ ഇപ്പോൾ വ്യാപരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്റെ സ്റ്റെപ്പ് എടുത്തു വെക്കുകയാണ്. നിന്റെ കൃപ ഈ വിശ്വാസത്തിലൂടെ വ്യാപരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അവിടെ ദൈവത്തിന്റെ കൃപ എന്നിൽ വ്യാപരിക്കും എന്നുള്ളതാണ് എന്റെ പ്രത്യാശ. അത് ഞാൻ എന്റെ ലൈഫിലോ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അത് ഓരോ ദിവസവും അത് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം പ്രവർത്തിച്ചോളും എന്നുള്ളതാണ് എന്റെ പ്രത്യാശ. ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന കൃപ ഞാൻ വൃഥാവാക്കി കളയരുത്. എനിക്ക് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാ. ഓരോ സെക്കൻഡ് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഓട്ടം ഓടുവാൻ എനിക്ക് വിലപ്പെട്ടതാണ്. ഈ ഓട്ടത്തിൽ എനിക്ക് മുമ്പിൽ ഒരു അത്യന്ത ധനം ഇരിപ്പുണ്ട്, കൃപ ഇരിപ്പുണ്ട്. ഇത് ആക്സസ് ചെയ്യാൻ ദൈവം എനിക്ക് വിശ്വാസം തന്നിട്ടുണ്ട്. ഈ സമയം എനിക്കിനി കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എത്രയും വേഗം എല്ലാ സമയത്തും എപ്പോഴും എന്റെ മനസ്സുകൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുക്കമുള്ളവനായിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം എന്നെ വിട്ടു പോയിക്കോട്ടെ. ഈ ഒരു ഓട്ടം സംബന്ധിച്ച് എനിക്ക് എല്ലാം നഷ്ടമായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഈ ഓട്ടം സംബന്ധിച്ച് ഉത്സാഹമുള്ളവരായി, ഹൃദയം ഒരുക്കമുള്ളവരായി ഇരിക്കേണ്ടതായിട്ടുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം
ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയോടെ, കണ്ടിന്യൂസ്ലി, ഗ്യാപ്പില്ലാതെ ഈ ഓട്ടം സംബന്ധിച്ച്. കാരണം ഈ പഴയ നിയമത്തിൽ ഈ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ അവരെല്ലാം അബ്രഹാം മുതല് ആബേല് മുതല് നമ്മൾ വരെയും ഓടിയിരിക്കുന്നത് വിശ്വാസത്താലാണ്. അവർ സ്റ്റെപ്പുകൾ എടുത്ത് വെച്ചിരിക്കുന്നതും വിശ്വാസത്താലാണ്. ആ വിശ്വാസത്താലാണ് ദൈവം അവരിൽ പ്രസാദിച്ചതും അവരിൽ ദൈവത്തിന്റെ അധിക ശക്തിയെ വെളിപ്പെടുത്തിയതും അവർ ദൈവത്തിന്റെ മക്കളെന്നുള്ള സാക്ഷ്യം അനേക ജാതികൾ കണ്ടതും അവരിലൂടെ ദൈവത്തിന്റെ അത്യന്ത ധനം, ശക്തി, ബലം, ജ്ഞാനം ഇവയൊക്കെ വെളിപ്പെട്ടതും എല്ലാം ഈ വിശ്വാസത്തിലൂടെയാണ്. നമ്മൾക്ക് വെളിപ്പെടുന്നതും ഈ വിശ്വാസത്തിലൂടെയാണ്. അപ്പോൾ ഇനി വിശ്വാസം ദൈവം നൽകേണ്ടതെന്നായിരിക്കും. വിശുദ്ധീകരണത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, ബാക്കിയുള്ള കൃപാവരങ്ങളുണ്ട്. വിശുദ്ധീകരണം സംബന്ധിച്ചുള്ള വിശ്വാസം നമുക്ക് ദൈവം രക്ഷാകരമായ ടൈമിൽ തന്നു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയത്തില്ല. ആ ഓട്ടം തുടങ്ങിയ നിമിഷം തൊട്ട് നമുക്ക് വിശ്വാസം ദൈവം തന്നിരിക്കുന്നു. ഈ വിശ്വാസത്താൽ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വിശ്വാസം നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരണഭയമാണ്. മനസ്സൊരുക്കവും മരണഭയം അതിനകത്ത് വേറൊരു കാര്യം. എന്നെ പറ്റിയുള്ള എന്റെ ചിന്ത, ഈ പരീക്ഷണത്തിന് മുമ്പിൽ വരുമ്പോൾ എന്നെ പറ്റിയുള്ള എന്റെ ആകുലത. ഞാൻ എന്ത് ചെയ്യും, ഇതിപ്പോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ എന്ത് ചെയ്യും. ഈ ചിന്തകൾ ഒരിക്കലും നമ്മളെ മുന്നോട്ട് നയിക്കത്തില്ല. ഈ ചിന്തകൾ നമുക്ക് കർത്താവ് ഈ ഓട്ടം ഓടിക്കാൻ കഴിയില്ല. കാരണം ചിന്ത ഉണ്ടെങ്കിൽ കാഴ്ചയുടെ തലത്തിലാണ് നാം എന്നാണ് അതിന്റെ അർത്ഥം. കാഴ്ചയില്ലാത്തൊരു തലം നമ്മൾ വിശ്വാസത്താൽ മുന്നോട്ട് വെച്ച് നമ്മൾ വിശദീകരണം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മുടെ ഓട്ടം. നമ്മളെ പറ്റി ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ, ഈ ഓട്ടം സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അത് തന്നെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചായിരുന്നെങ്കിലോ, തന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നെങ്കിലോ, ഒരു നിമിഷം പിതാവിന്റെ ഇഷ്ടം മാറ്റി വെച്ചിട്ട് ക്രൂശിൽ ഒരൊറ്റ സെക്കൻഡ് എന്റെ ഇഷ്ടം നടക്കട്ടെ, ഈ വേദന ഇത്രയും ഞാൻ അനുഭവിക്കുന്നത് എന്തിനാ, ഞാൻ ഇറങ്ങി പോകട്ടെ. തന്റെ ഒരു ശുശ്രൂഷയിൽ പോലും പിതാവിന്റെ ഇഷ്ടമല്ലാതെ ഒന്നും ചിന്തിച്ചില്ല. ചിന്തിച്ചായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇവിടെ കാണത്തുമില്ല. അപ്പോൾ ഭയപ്പെട്ടായിരുന്നെങ്കിൽ, മരണത്തെ ഭയപ്പെട്ടായിരുന്നെങ്കിൽ താൻ മരണവേദനയിലായിരുന്നപ്പോഴും പിന്മാറിപ്പോയില്ല. മരണവേദന കൊണ്ട് വിയർപ്പ് തുള്ളി, ചോരത്തുള്ളി പോലെ പുറത്തു വന്നിട്ടും പിന്മാറിപ്പോയില്ല. പിതാവ് തന്നെ തന്റെ കൂടെ ഉണ്ടെന്നും പിതാവ് തന്നെ ഉയർപ്പിക്കുമെന്നും പിതാവ് തന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തനായി താൻ മുന്നോട്ട് പോയി. അപ്പോൾ താൻ എത്ര ബുദ്ധി അനുഭവിച്ചു, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് അതല്ല. അതൊന്നും തന്നെ ഈ ഓട്ടം സംബന്ധിച്ച് പിന്നോട്ട് കൊണ്ടുപോയില്ല. പൊരുതി ഈ നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു അല്ലെ എന്ന് ധൈര്യോടെ പൗലോസ് നമുക്കും വെച്ചിരുന്ന ഓട്ടം ധൈര്യോടെ, ഉത്സാഹത്തോടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വളരെ ട്രഷറാണ് ഈ ഓട്ടം. ലോകത്ത് ഒരു മനുഷ്യർക്ക് ഓടാൻ കഴിയുന്നില്ല. ദൈവം കണ്ടവർക്ക് മാത്രമേ ഈ ഇടുപ്പഴിയുടെ പോകാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ കേസ് എന്ന വലിയ മഹത്തമായ കാര്യം നമുക്ക് ലഭിച്ചോ നമ്മൾ ഈ ഓട്ടം ഓടുന്നത്. ഈ ഓട്ടം നമുക്ക് മാത്രമേ കിട്ടിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉത്സാഹത്തോടെ മുന്നോട്ട് ഓടേണ്ടതാണ്. മറ്റ് ലോകത്തിൽ ഒരു മനുഷ്യർക്കും അധ്വാനിച്ച് അല്ലെങ്കിൽ ലോകത്തിൽ ഒരു മനുഷ്യർക്കും നേടാൻ കഴിയാത്തത് നമുക്ക് ദൈവം നമുക്ക് ഒരുക്കി തന്നു. വയലുകൾ കാണിച്ചെന്ന് നിങ്ങൾ കൊയ്യാൻ പറഞ്ഞു. ലോകത്തിലെ വേറെ ഒരു മനുഷ്യർക്കും അധ്വാനിക്കാൻ കഴിയാത്ത വയല്, ആത്മീയമായ അധ്വാനം നമുക്ക് ദൈവം അധ്വാനിക്കാൻ ഇറക്കി തന്നു. എന്നിട്ട് ആ അധ്വാനത്തിന്റെ ഫലം ദൈവകൃപയാൽ അധ്വാനിക്കുകയും ആ അധ്വാനത്തിന്റെ ഫലവും നമുക്ക് തരുവാൻ ദൈവം നമുക്ക് മേലെ പദ്ധതി ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. കർത്താവ് കർത്താവ് ഒരിക്കൽ പോലും തന്നെ പറ്റി ചിന്തിച്ചില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പോകാൻ കഴിയും. നമ്മുടെ തടസ്സമായി നിൽക്കുന്ന ക്രിസ്തുവിന്റെ ഓട്ടത്തിന് എനിക്ക് തടസ്സമായി നിൽക്കുന്ന ഒരൊറ്റ കാര്യം ഞാൻ തന്നെയാണ്. ഈ അർജുൻ തന്നെയാണ് എന്റെ വ്യക്തിപരമായ ഓട്ടത്തിന് എനിക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു വലിയ തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരുമാണ് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത്. ഈ മരണം, ഈ തടസ്സം വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശയാലും ഈ തടസ്സത്തെ ഓവർകം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. അതിന് ഉത്സാഹമുള്ളവരായി ഇരിക്കണം. സ്റ്റെപ്പുകൾ കർത്താവിൽ വിശ്വാസത്തോടെ നമ്മൾ ഉത്സാഹമുള്ളവരായി എന്നും
ഇതിനു വേണ്ടി മുന്നോട്ട് നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ 13:4 പറയുന്നു, മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടി ഉണ്ടാകും. മടിയൻ കൊതിച്ചു, നീതിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കൊതിക്കുന്നുണ്ട് നമ്മൾ, അല്ലെ? കർത്താവെ എനിക്ക് നീതി തരണേ, നീതി തരണേ എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവെ എനിക്ക് ലൈഫ് കിട്ടണേ, എനിക്ക് എന്റെ ലൈഫ് കർത്താവിന് വേണ്ടി തീരണം, എനിക്ക് കർത്താവിന്റെ മഹത്വത്തിനെ തീരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായി കൊതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷെ അധ്വാനിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അധ്വാനം ജഡത്തിലുള്ള അധ്വാനമല്ല, വിശ്വാസത്താലുള്ള അധ്വാനമാണ്. വിശ്വാസം ദൈവം തന്നതായതുകൊണ്ട് അത് ആ അധ്വാനത്തിന് ഓണറും ദൈവത്തിന് തന്നെയാണ്, പ്രത്യാശയും ദൈവം തന്നുകൊണ്ട് ആ അധ്വാനത്തിന്റെ ഓണർ എപ്പോഴും, അല്ലെങ്കിൽ ആ അധ്വാനത്തിന്റെ മഹത്വം എപ്പോഴും ദൈവത്തിന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വല്ലാതെ കൊതിക്കുന്നു, പക്ഷെ മടി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ മടിച്ചു പോകും. മടി പിടിച്ചിരിക്കുന്നോണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. കാരണം എന്താ? അവൻ പ്രവർത്തിച്ചിട്ടില്ല, അവൻ വർക്ക് ചെയ്യുന്നില്ല, അവന്റെ കൃപയാൽ അവൻ പ്രവർത്തിക്കുക. അതുകൊണ്ട് രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ, നിങ്ങൾ ഇച്ഛിക്കുന്നത് ദൈവം പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പൗലോസ് പറഞ്ഞ അതുകൊണ്ടാ. നമ്മൾ വർക്ക് ചെയ്യപ്പെടുന്നത് വിശ്വാസത്താൽ. അത് ഈ വിശ്വാസമാണ് എന്റെ വർക്കിന് കാരണം. ദൈവം തന്ന വിശ്വാസമാണ് എന്നെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ദൈവം തന്ന പ്രത്യാശയാണ് എനിക്ക് സ്വർഗീയമായ ഒരു കാര്യം ഉണ്ടെന്ന് ഒഴുകുന്നത് കൊണ്ടാണ് ഞാൻ ഈ ലോകത്തെ വെറുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടി ഉണ്ടാകുന്നു. ഈ മടി വീഴ്ചയുടെ മുന്നോടിയാണ്. നമ്മൾ വിശ്വാസത്തിൽ ഓട്ടത്തിൽ നിന്ന് പിന്മാറുന്നതിന്റെ മുന്നോടിയാണ് മടി. നമ്മുടെ ജഡം കയറാനുള്ള ഒരു സാധ്യത കൂടി വരും. മടി നമ്മളെ പയ്യനെ ലോകത്തിന്റെ എന്റർടൈൻമെന്റുകളിലേക്ക് തിരിയും. ഒരേ കാലത്ത് നന്നായി ഓടിക്കൊണ്ടിരുന്നവരാ ഇപ്പോൾ മടി പിടിച്ചു. കാരണം അത്ര വർഷത്തെ ഓട്ടം വരെ മടി പിടിപ്പിച്ചു. അവർ പതിയെ എന്ത് ചെയ്യും? ലോകത്തിന്റെ എന്റർടൈൻമെന്റുകളെ രസിക്കാൻ തുടങ്ങും. വയ്യ. ഇപ്പൊ ഇസ്രായേൽ ജനങ്ങളെ അവരുടെ ആ മരുഭൂമി യാത്രയുടെ ദൈർഘ്യം അവരുടെ മനസ്സിനെ കലക്കി എന്നാ പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മളും മുന്നോട്ട് കുറെ കാലമായി നമ്മുടെ പുറകെയുള്ള ആൾക്കാരുണ്ട്. അവർ കുറെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ മടി കാരണം അവര് ലോകത്തിന്റെ മടി വന്നു കഴിഞ്ഞാൽ പതിയെ ലോകം കയറാൻ തുടങ്ങും. വെറുതെ ഇരിക്കത്തില്ല നമ്മൾ, ഒന്നിനാലെങ്കിലും നിയന്ത്രിക്കപ്പെടും. ഒന്നെങ്കിൽ നീതിക്കായി ദൈവത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ മരണത്തിനായി പിശാചിന്റെ ദാസന്മാർ, സാത്താന്റെ ദാസന്മാർ. എന്തിനാലും ആ ജഡം കാരണം എന്താ? ജഡം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് പ്രശ്നം. ജഡത്തിന് ഇപ്പോഴും ലോകത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ ദാവീദ് യുദ്ധത്തിന് പോകാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് ആ 11-ാം അധ്യായത്തിൽ ഒരു പാപത്തിന്റെ സാധ്യത അവിടെ തുടങ്ങുന്നതും അവിടെ താൻ പാപം ചെയ്യുന്നതും പിന്നെ തന്റെ ആ ലൈഫ് നമുക്ക് അറിയാവുന്നതാണല്ലോ. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് വീഴ്ചയുടെ മുമ്പ് നമ്മുടെ മുന്നിൽ ഒരു ആത്മീയ യുദ്ധമുണ്ട്. നമ്മൾ എന്നും ആ യുദ്ധത്തിൽ ആക്റ്റീവായി ഇരുന്നില്ലെങ്കിൽ, ആ യുദ്ധം സംബന്ധിച്ച് നമ്മൾ മടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പതിയെ ജഡത്തിലേക്ക് അങ്ങനെ വീഴുന്നുണ്ടല്ലോ. നമ്മൾ എത്രയോ തവണ വീഴുന്നുണ്ട്. നമ്മൾ ഉത്സാഹമില്ലാതിരിക്കുന്നു, നമ്മൾ വീഴുന്നു, നമ്മൾ വീണ്ടും തെറ്റിപ്പോകുന്നു, പിന്നെയും കിടന്ന് കരയുന്നു, നമ്മൾ നിലവിളിക്കുന്നു, വല്ലാതെ കൊതിക്കുന്നു. സാഹചര്യം വരുമ്പോൾ പിന്നെയും മനസ്സ് മരവിക്കുന്നു. വിശ്വാസത്താൽ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. ജഡത്തെ നമുക്ക് കംഫർട്ട് സോണിൽ ഇരുന്ന് വിശ്വാസം അനുഭവിക്കാൻ കഴിയത്തില്ല. വിശ്വാസം പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് മരണത്തിന്റെ താഴ്വരയിലാണ്. അതുകൊണ്ട് അത് വെറുതെ കംഫർട്ട് സോണിലിരുന്ന് അല്ല വിശ്വാസം പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്, അത് മരണത്തിന്റെ താഴ്വരയിലാണ് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്. അവിടെ നമ്മൾ ക്രിസ്തുവിന്റെ വെളിച്ചം എന്ന ദൈവവചനത്തിന്റെ പ്രത്യാശ എന്ന വെളിച്ചം നോക്കി ആ മരണത്തിന്റെ താഴ്വരയിൽ നമ്മൾ സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആത്മീയപരമായ ഈ യുദ്ധത്തിനും നമ്മൾ നിരുത്സാഹമുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നീതിയുടെ കാര്യം സംബന്ധിച്ച് മുന്നോട്ട് ഓട്ടമില്ലാത്തവരായി നിന്നു പോകത്തേ ഉള്ളൂ. നമുക്ക് ക്രിസ്തുവിന്റെ നീതി രസിക്കാൻ കഴിയും, പ്രാപിക്കാൻ കഴിയുന്നില്ല. വിശ്വാസത്താൽ നീതി അഭ്യസിക്കേണ്ടതായിട്ടുണ്ട്, തഴക്കം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ വിശ്വാസത്താൽ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ ഈ നീതിയുടെ വചനം സംബന്ധിച്ച് ഒരു ബന്ധമില്ലാത്തവരും ലൈഫില്ലാത്തവരും വാവുകൊണ്ട് പറയുന്നവരും കേൾവിക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ ലൈഫാണ് ഭയങ്കരമായി ആഗ്രഹിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. നമ്മൾ ആക്റ്റീവ് അല്ലാത്ത ഒരു പ്രോഗ്രസ്
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആക്റ്റീവായി നിൽക്കാത്ത ഒരു 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 പ്രോഗ്രസ് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഇല്ല. വിശ്വാസത്താൽ നമ്മൾ എക്സസൈസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. വിശ്വാസത്താൽ സ്റ്റെപ്പുകൾ എടുത്തു വെക്കേണ്ടതായിട്ട്. എബ്രായ ലേഖനം അതിന്റെ 5-ാം അധ്യായം, പാൽ കുടിക്കുന്നവനല്ല നീതിയുടെ വചനത്താൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ തഴക്കത്തിൽ അഭ്യസിച്ച, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഈ വേറൊരു വെർഷനിൽ എക്സസൈസിങ് ആണ്. അതായത് ഡേ ബൈ ഡേ സെക്കൻഡുകൾ ഇതുകൊണ്ട് ഈ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം, നമ്മൾ വിചാരിക്കും ദൈവം നമുക്ക് വേണ്ടി, നമ്മൾ നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ഞായറാഴ്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ആരാധന കഴിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ ദൈവത്തിന് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഒന്നും അന്വേഷിക്കുന്നില്ല. ഇതെല്ലാം മനുഷ്യരെ കാണുന്നുള്ളൂ. ദൈവം കാണുന്നതെന്ന് പറയും. ആരും കാണാത്തപ്പം ക്രിസ്തുവിന്റെ നീതി സംബന്ധിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മളെല്ലാം പേഴ്സണൽ ലൈഫിൽ അറിയാവുന്ന, നമ്മൾ വിട്ട് കളിക്കുന്ന ഏരിയ, അവിടെ മാത്രമേ ദൈവം കാണുന്നുള്ളൂ. ദൈവം അത് മാത്രമേ കാണുന്നുള്ളൂ. ദൈവം ഇതൊന്നും കാണുന്നില്ല, നമ്മുടെ പ്രഹസനങ്ങൾ ഒന്നും കാണുന്നില്ല. ദൈവം കണ്ടു കഴിഞ്ഞാൽ ഈ നിമിഷം തീയിറക്കി കളയും. കാരണം ദൈവത്തിന് ഈ പ്രഹസനങ്ങൾ മടുത്തു കിടക്കുകയാണ്. നമ്മളെക്കാൾ പ്രഹസനം കാണിച്ച ഒരു ജനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രഹസനങ്ങൾ കൊണ്ടൊന്നും നടക്കത്തില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ടാണ് ഭയത്തോടെയും വിറയലോടെയും കൂടി രക്ഷയ്ക്കായി പ്രവർത്തിപ്പാൻ പറഞ്ഞത്. ദൈവം ആരെന്നറിയോ? ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു എന്നാ പറയുന്നത്. നമുക്കിതിനെ സീരിയസ് ആയി തന്നെ കാണാൻ കഴിയുള്ളൂ. സില്ലിയായി എടുത്ത് നമുക്ക് ദിവസം കളയാൻ കഴിയത്തില്ല. അതുകൊണ്ടല്ലേ ഫിലിപ്പിയ ലേഖനം പറയുന്നത്, നിങ്ങൾ പ്രവർത്തിക്കുന്നതും ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവം ആയതുകൊണ്ട് അല്ലെ? ഫിലിപ്പിയ ലേഖനം 2-ന്റെ ഓക്കെ. ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നതും നിങ്ങളുടെ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തി. ഇത് ഏത് രക്ഷയാണ്? പ്രാണന്റെ ആ ഒരു രക്ഷ, നമ്മളിൽ നടക്കുന്ന വിശുദ്ധീകരണം, അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആ പ്രോഗ്രസ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആക്റ്റീവായിരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്താലും പ്രത്യാശയാലും ദൈവം തന്നിരിക്കുന്ന ദൈവീക വാഗ്ദത്തങ്ങളാലും നമ്മൾ ഉത്സാഹമുള്ളവരായി മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ കരുണയ്ക്കായും നമ്മൾ ഓരോ ദിവസവും ഈ നീതിയുടെ അഭ്യാസം സംബന്ധിച്ച് ഉത്സാഹമുള്ളവരായിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.